ലോകം ഇപ്പോൾ ഒരു യുദ്ധഭീതിയിലാണ്. ഇറാന് നേരെ അമേരിക്കയും ഇസ്രയേലും ആരംഭിച്ച സംയുക്ത ആക്രമണം യുദ്ധമായി മാറിയ സാഹചര്യമാണ്. ഖമേനിയുടെ മരണം അതിന് ആഘാതം കൂട്ടിയിട്ടുമുണ്ട്. പശ്ചിമേഷ്യയിൽ അശാന്തി അറുതിയില്ലാതെ തുടരുന്നു. ലോകം മൂന്നാം ലോക യുദ്ധത്തിന് സാക്ഷിയാകേണ്ടി വരുമോ എന്നതാണ് ഇപ്പോൾ പ്രധാന ചോദ്യം. ഇസ്രയേലിനൊപ്പം അമേരിക്കയും കൂടി ചേർന്നതോടെ ലോകരാജ്യങ്ങൾ തമ്മിൽ വിഘടിച്ചു. ഇതാണ് ഇപ്പോൾ സ്ഥിതി ഗുരുതരമാക്കുന്നത്. കാര്യങ്ങൾ വിശദമായി പരിശോധിക്കാം. ഞാൻ അമ്മു. ഇസ്രയേലിനും അമേരിക്കയ്ക്കും പൂർണ്ണ പിന്തുണയുമായി ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ്, കാനഡ, ഓസ്ട്രേലിയ അടക്കം ലോകരാജ്യങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. തങ്ങൾ ആക്രമിക്കപ്പെട്ടതോടെ ഗൾഫ് രാജ്യങ്ങളാകെ ഇറാനെതിരെ നിരന്നു. ഇറാനൊപ്പം പിന്തുണയുമായി റഷ്യയും ചൈനയും രംഗത്തെത്തി. സിറിയ, ഇറാഖ്, യമൻ, ലെബനോൺ അടക്കം മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളും ഇറാന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങൾക്ക് പിന്തുണ നൽകി പാകിസ്ഥാനും രംഗത്തെത്തി. ഇരുപക്ഷവും സംയമനം പാലിക്കണമെന്നാണ് ജപ്പാന്റെയും ഇന്ത്യയുടെയും നിലപാട് നോക്കിയാൽ തന്നെ ചേരിതിരിവ് കൃത്യമാണ്. യുദ്ധം തുടരുമ്പോൾ വ്യാപാരമടക്കമുള്ള വിഷയങ്ങൾ കൂടി പരിഗണിക്കപ്പെടും. എണ്ണയും ആയുധവും അടക്കമുള്ള കച്ചവട താൽപ്പര്യങ്ങളും വരും. കൂടുതൽ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോയാൽ ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുമോ എന്നതാണ് ആശങ്ക ഉയരുന്നത്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും വ്യോമാക്രമണത്തിന് പിന്നാലെ അയൽ രാജ്യങ്ങളായ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾ അവർക്ക് തന്നെ തിരിച്ചടിയാകുന്നതായുള്ള വിലയിരുത്തലുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മേഖലയിലെ അറബ് രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കി അമേരിക്കയെ പിന്തിരിപ്പിക്കാനായിരുന്നു ഇറാന്റെ നീക്കമെങ്കിലും ഇത് ഗൾഫ് രാജ്യങ്ങളെ ഇറാൻ വിരുദ്ധ ചേരിയിലേക്ക് കൂടുതൽ അടുപ്പിച്ചിരിക്കുകയാണെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. UAE, ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യം വെച്ചാണ് ഇറാൻ മിസൈലുകളും ഡ്രോണുകളും അയച്ചത്. ഈ ആക്രമണങ്ങളിൽ UAEയിലെ അബുദാബിയിൽ ഒരു ഏഷ്യൻ വംശജൻ കൊല്ലപ്പെടുകയും ദുബായിലെ പ്രശസ്തമായ ഫെയർമോണ്ട് ഹോട്ടൽ, ബുർജ് അൽ അറബ് എന്നിവിടങ്ങളിൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. ബഹ്റൈനിലെ US-5 കപ്പൽപ്പടയുടെ ആസ്ഥാനത്തിന് നേരെയും ആക്രമണമുണ്ടായി. ആണവ ചർച്ചകളിൽ ഇറാൻ ആത്മാർത്ഥത കാണിക്കാത്തത് അമേരിക്കയെ ആക്രമണത്തിന് പ്രേരിപ്പിച്ചു എന്നാണ് പ്രധാന നിരീക്ഷണം. ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചാൽ അവർ അമേരിക്കയുമായുള്ള ബന്ധം ഉപേക്ഷിക്കുമെന്ന് ഇറാൻ കരുതി. എന്നാൽ ഇതിന് വിപരീതമായി ഇത് തിരിച്ചടിച്ചു. ഗൾഫ് രാജ്യങ്ങൾ ഇറാന്റെ നടപടിയെ തങ്ങളുടെ പരമാധികാരത്തിനുമേലുള്ള കടന്നുകയറ്റമായി കണ്ട് ശക്തമായി അപലപിച്ചു. ആയിരക്കണക്കിന് മൈലുകൾ അപ്പുറമുള്ള അമേരിക്കയെ ആക്രമിക്കാൻ ഇറാന് അസാധ്യമാണ്. തിരിച്ച് ഇസ്രയേൽ ഒരുക്കുന്ന സുരക്ഷിത താവളങ്ങളുടെ ബലത്തിലാണ് അമേരിക്ക ആക്രമണം നടത്തുന്നത്. ഏറ്റവും വലിയ രാജ്യമായ സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളെയും ആക്രമിച്ചപ്പോഴും ഇറാൻ ഒമാനെ തൊട്ടില്ല. അതിനു പിന്നിൽ വർഷങ്ങൾ നീണ്ട ഒരു ബന്ധമുണ്ട്. 50 വർഷത്തിലേറെയുള്ള സൗഹൃദമാണ് ഇറാന് ഒമാനുമായുള്ളത്. 1970കളിൽ ഒമാനിലെ ദോഫാർ കലാപകാലത്ത് സുൽത്താൻ ഖാബൂസ് ബിൻ സായിദിനെ സഹായിക്കാൻ ഇറാൻ ഷാ സൈന്യത്തെ അയച്ചു. അവിടെ ആഴത്തിലുള്ള ഒരു സ്നേഹബന്ധം സൃഷ്ടിക്കപ്പെട്ടു. മറ്റ് ഗൾഫ് രാജ്യങ്ങൾ 1979ലെ ഇറാൻ വിപ്ലവത്തിന് ശേഷം ഇറാനെ സംശയത്തോടെ നോക്കിയപ്പോഴും ഒമാൻ ഇറാന് ഒപ്പം നിന്നു. ഇറാനെതിരെ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന സൗദിയോട് പോലും ഒമാൻ പൂർണ്ണമായി ചേരാറില്ല. ഇറാനും പാശ്ചാത്യ ശക്തികളുമായുള്ള പ്രശ്നങ്ങളിൽ സമദൂരത്തിൽ നിൽക്കും. മാത്രമല്ല, ഇറാനുമായുള്ള പാശ്ചാത്യ ശക്തികളുടെ പ്രശ്നങ്ങളിൽ എക്കാലവും നിശബ്ദ മധ്യസ്ഥർ കൂടിയാണ് ഒമാൻ. ലോകത്തിൽ ഏറ്റവും നിർണായക എണ്ണപ്പാതയായ ഹോർമുസ് കടലിടുക്ക് നിയന്ത്രിക്കുന്നത് ഇറാനും ഒമാനും ചേർന്നാണ്. ഇവിടെ ഒരു അതൃപ്തി വീണാൽ കടലിടുക്കിന്റെ നിയന്ത്രണവും സ്ഥിരതയും താറുമാറാകും. ഇവിടെ സമാധാനം നിലനിർത്തേണ്ടത് ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക താൽപ്പര്യവുമാണ്. ഇറാൻ ഒമാൻ ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതി പോലുള്ള വലിയ സാമ്പത്തിക സഹകരണങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിൽ നിലവിലുണ്ട്. ഉപരോധങ്ങൾ നേരിടുന്ന ഇറാന് ആഗോള വിപണിയിലേക്കുള്ള ഒരു പ്രധാന വാതിലാണ് ഒമാൻ. സാമ്പത്തിക വ്യാവസായിക രംഗത്തും പരസ്പര സഹകരണത്തിലൂന്നിയ പദ്ധതികളാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലുണ്ടായത്. ഇറാൻ ഒമാൻ ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതി, ടൂറിസം, കപ്പൽ ഗതാഗത സഹകരണം, ഒമാനെ ഇറാന്റെ എക്സ്പോർട്ട് ഹബ്ബാക്കി മാറ്റാനുള്ള പദ്ധതി എന്നിവയാണ് അതിൽ പ്രധാനവും. ഒമാനെ ആക്രമിച്ചാൽ അറബ് മേഖലയിലെ ഏക സുഹൃത്തിന് നഷ്ടമാകും എന്നത് ഇറാന് കൃത്യമായ ബോധ്യവുമുണ്ട്. അതുകൊണ്ടാണ് അറബ് മേഖല മൊത്തം മിസൈലുകളും ഡ്രോണുകളും അയച്ച് കത്തിച്ചപ്പോഴും ഒമാനെ തൊടാതെ വിട്ടതും. ഇറാന്റെ പരമാധികാരത്തിന് നേരെ അമേരിക്കയും ഇസ്രയേലും നടത്തിയ സംയുക്ത സൈനിക നീക്കത്തെ ശക്തമായി അപലപിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ റഷ്യയും ചൈനയും രംഗത്തെത്തിയിരുന്നു. നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ നടത്തിയ ഈ ആക്രമണം അംഗീകരിക്കാനാവില്ലെന്നും മേഖലയെ വലിയൊരു ദുരന്തത്തിലേക്കാണ് ഇത് നയിക്കുന്നതെന്നും ഇരു രാജ്യങ്ങളും മുന്നറിയിപ്പ് നൽകിയതുമാണ്. നയതന്ത്ര ചർച്ചകൾക്കിടെ ഇറാനെതിരെ നടത്തിയ ആക്രമണം അംഗീകരിക്കാനാകില്ല എന്നും ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും റഷ്യ വ്യക്തമാക്കിയിരുന്നു.
ഇറാനെ പൂർണ്ണമായും പിന്തുണച്ച റഷ്യ യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാട് കാപട്യമാണെന്നും അമേരിക്കയും ഇസ്രയേലും ഉടൻ ആക്രമണം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. ആണവ നിലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് വിനാശകരമായ ഫലങ്ങൾ ഉണ്ടാക്കുമെന്നും റഷ്യ ഓർമ്മിപ്പിച്ചു. ഇറാനിലെ സാധാരണക്കാരുടെ മരണത്തിൽ ഖേദം പ്രകടിപ്പിച്ചാണ് ചൈന രംഗത്തെത്തിയത്. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കാൻ എല്ലാ രാജ്യങ്ങളും ബാധ്യസ്ഥരാണെന്നും ചൈന ചൂണ്ടിക്കാട്ടി. സൈനിക നീക്കങ്ങളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവില്ലെന്ന് ചർച്ചകളിലൂടെ മാത്രമേ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയൂ എന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. എന്തായാലും ഖമേനിയുടെ മരണം ഈ രാജ്യങ്ങളുടെ നിലപാടിൽ എന്ത് മാറ്റം കൊണ്ടുവരുമെന്നും കാത്തിരുന്ന് കാണാം. സംഘർഷ സമയങ്ങളിൽ ലോകരാജ്യങ്ങൾ ചേരിതിരിയുമ്പോൾ അത് വിനാശകരമായ ഫലമാണ് നൽകുന്നത് എന്നത് വാസ്തവമാണ്. അതാണ് ലോകം ഒരു മഹായുദ്ധ ഭീഷണിയിലൂടെ കടന്നു പോകുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നതും.